കേരള ബി.ജെ.പിയുടെ നേതൃസ്ഥാനത്തേക്ക് പുതിയൊരു മുഖം. രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സന്തോഷമുള്ളൊരു വാർത്തയാണ്. തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് ABC വളരെ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. രാജീവ് ചന്ദ്രശേഖർ നയിക്കും സംസ്ഥാന ഘടകത്തെ. അതിൻ്റെ നേട്ടവും ഏത് തരത്തിലുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ അല്പം ഒരു വൈമനസ്യം കാണിച്ചു എന്നാണ് അറിയുന്നത്. അത് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം കൊടുത്തപ്പോഴും ആദ്യം ഒരു വൈമുഖ്യം കാണിക്കുകയുണ്ടായി. പക്ഷേ കേന്ദ്ര നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഈ സംഘപരിവാർ പശ്ചാത്തലമൊന്നുമില്ലാതെ തന്നെ കടന്നു വരുന്ന ഒരു BJPയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഒരു ടെക്നോക്രാറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സാങ്കേതിക വിദ്യയുടെ ഒരു തലതൊട്ടപ്പനായിട്ട് അങ്ങനെ നിൽക്കുന്ന ആളാണ്. ഇപ്പം ശശി തരൂര് ഈ 2024 തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അതിനെ വെല്ലാനായിട്ട് പറ്റിയ ഒരാളെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഇവിടെയാണ് മറ്റേ LDFന്റെ സ്ഥാനാർത്ഥി വളരെ അപ്രസക്തനായി പോയതെന്നുള്ളത് ഓർക്കണം. കാരണം ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഫൈൽ അത്തരത്തിൽ വളരെ ഉയർന്നു നിൽക്കുകയാണ്. തരൂരിൻ്റേത് വേറൊരു തരത്തിൽ ഒരു നമ്മളെപ്പോഴും കുറേ കാലമായിട്ട് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ ഒരു അക്കാദമിക് രംഗത്ത് ഉയർച്ച. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വേറൊരു തരത്തിൽ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു. ഇദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നതാണ്. സർ പറഞ്ഞതുപോലെ തന്നെ ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ യുവാക്കളുടെ ഇടയിലെ ഒരു സർവേ നടത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാം, സാധാരണ കോളേജ് വിദ്യാർത്ഥികളും മറ്റുള്ള ആ യുവതലമുറ ആദ്യമൊക്കെ ശശി തരൂരിനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു മികവുറ്റ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും ശശി തരൂർ തിരുവനന്തപുരം മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. യുവാക്കളുടെ ഇടയിലേക്ക് ഒരു ഇതായിരുന്നു. അതേ സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതും. നമ്മളൊരു സർവേ എടുക്കുമ്പോൾ തന്നെ പല വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെ ഇടയിൽ നിന്നും ഒപ്പത്തിനൊപ്പമുള്ള പേരായിട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിച്ചത് ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. കാരണം യുവാക്കളുടെ ഇടയിലും ഒരു ഇമ്പാക്റ്റ് രാജീവ് ചന്ദ്രശേഖരൻ എപ്പോഴും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. കാരണം ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് ഒരു സംഘപരിവാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് ഒരു BJP അധ്യക്ഷ സ്ഥാനത്തോട്ട് ഇദ്ദേഹം വരുന്നത്. വളരെയധികം നമുക്കൊക്കെ ആശ്വാസം മാത്രം, നമുക്കൊക്കെ സന്തോഷിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് BJP അധ്യക്ഷ സ്ഥാനത്തോട്ട് വരുന്നത്. നമ്മുടെ കേന്ദ്രത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളം കാണുന്നത് തന്നെ, അല്ലേ? ഈ 2009 തരൂർ മത്സരിക്കാൻ വരുമ്പോൾ ഈ യുവാക്കൾക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. യുവാക്കൾക്കെന്ന് മാത്രമല്ല തിരുവനന്തപുരത്തുകാർക്ക് മൊത്തത്തിലെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 19 വന്നപ്പോൾ, മൂന്നാമത്തെ തവണയൊക്കെ വന്നപ്പോഴപ്പോൾ ആ പ്രതീക്ഷയൊക്കെ കൈവിട്ടുപോയി. പിന്നീട് എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് തരൂരങ്ങ് ജയിച്ചു കയറി പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിങ്ങലിൽ തന്നെയായിരുന്നു. അതിൻ്റെ കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു ഓളം അത്ര വലുതാണ്. തിരുവനന്തപുരത്തിന് വികസനം ഏതൊക്കെ തരത്തിൽ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നിൽ ഒരു വലിയ ടീം തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എന്നും വൈകുന്നേരങ്ങളിൽ ഓരോ രംഗത്തുള്ളവരുമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വളരെ പ്രമുഖരും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ളവരും ഒക്കെ അതുപോലെ പല ഓരോ രംഗത്തുള്ളവരെയും കൊണ്ടുവന്ന് ഇൻട്രാക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങൾ, അത് ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും IT രംഗത്തായാലും ഏത് തരത്തിൽ തിരുവനന്തപുരത്തെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിനാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു എന്ന് കരുതി ഇവിടെ നിന്ന് കെട്ടുകെട്ടിപ്പോയില്ല. അതിനുശേഷം ഇദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. കാരണം അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയത് 29 രാജീവിനെ വീണ്ടും ഇവിടെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കണം
എന്നുള്ളതായിരിക്കും എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രചരണം, അതായത് കേരളത്തെയാണ് ലക്ഷ്യമിടുന്നത്. ഇനിയൊരു ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളും കാര്യങ്ങളും എല്ലാം കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അത് കേരളത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഒരു പുതുമുഖം തന്നെയാണ് അദ്ദേഹമെങ്കിലും കേരളത്തെ നോട്ടമിട്ടു എന്ന് പറയുന്നതിന് നമ്മുടെ കേരളത്തിലെ IT മേഖലയായാലും വ്യാവസായിക മേഖലയ്ക്കാണെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ്, എന്തെങ്കിലുമൊക്കെ ഒരു ഓളം സൃഷ്ടിക്കാൻ രാജീവിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് IT പ്രൊഫഷണലാണ് അദ്ദേഹം. നമുക്കറിയാം ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, UST കൊച്ചി, ഇത്തരത്തിലുള്ള IT മേഖല കുറച്ചുകൂടി ഒരു ഉന്നതി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം വിദേശ രാജ്യങ്ങളിലോട്ടാണ് പോകുന്നത്. ഇവിടെ IT മേഖല ഉണ്ടായിട്ട് പോലും വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് അവർക്ക് കാരണങ്ങളുണ്ട്. സാമ്പത്തിക ഉന്നതി തന്നെയാണ്. നമ്മുടെ IT മേഖലയിൽ വലിയൊരു വിദേശ കമ്പനികളാണ് നിലവിലും ഇവിടുത്തെ IT മേഖല നിയന്ത്രിക്കുന്നത്. ഇതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ്റെതായ ഒരു ചെറിയ പ്ലാനിങ്, അദ്ദേഹം ഈ ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചില പ്ലാനിങ്ങും പദ്ധതികളും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒരു വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും. നമുക്കറിയാം കഴക്കൂട്ടത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം പലരും പറയുന്ന ഒരു കാര്യമാണ്, ആ ഒരു പ്രദേശം കാണുമ്പോൾ ഇൻഫോസിസ്, ടെക്നോ പാർക്ക് ഒരു ഏരിയ കാണുമ്പോൾ തന്നെ ഒരു വിദേശത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. കാരണം ആ ഒരു 2 സ്ഥാപനം വന്നപ്പോൾ തന്നെ ആ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും പലയിടങ്ങളിലായിട്ട്, ഇപ്പോൾ കൊട്ടാരക്കരയിൽ IT മേഖലയുടെ പ്രവർത്തനം സർക്കാർ അതിന് തുടങ്ങുന്നു എന്ന് പറയുന്നത്, ഇതൊക്കെ കുറച്ചുകൂടി വികസനം കൊണ്ടുവരാൻ, അത് കേന്ദ്രത്തിലോട്ടൊരു സൂചന നൽകാനും കേന്ദ്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് ഒരു വികസന പദ്ധതി നടപ്പിലാക്കാനും രാജീവ് ചന്ദ്രശേഖരന് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. മാത്രമല്ല വ്യാവസായിക മേഖലയിൽ അദ്ദേഹത്തിന് കുറച്ച് കൺസെപ്റ്റുകളുണ്ട്, കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ ഓരോ കാര്യത്തെയും കുറച്ചുകൂടെ ഗൗരവത്തോടും പ്രാക്ടിക്കലായിട്ടും കാണുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, രാജീവ് ചന്ദ്രശേഖർ ഒരു BJP അധ്യക്ഷ സ്ഥാനത്തോട്ട് വരുമ്പോൾ ഇതിന് നമുക്ക് തന്നെ അറിയാം, ഇതിൽ തമ്മിൽ ശോഭാ സുരേന്ദ്രനെ നമ്മൾ ഊഹിച്ചിരുന്നു. പല പഴയ എന്താ പറയുന്നത്, ഇതിൽ പദം പറ്റിയ രാഷ്ട്രീയക്കാർ ഇതിനകത്തുണ്ട്, BJP-യിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹം വരുമ്പോൾ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിവെക്കുമോ, അതോ കുറച്ചുകൂടി BJP സ്ട്രോങ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കാണുമോ, അതോ ഇതിലെന്തെങ്കിലും ഇനിയൊരു വിഭിന്നത ഉണ്ടാവാൻ മറ്റെന്തെങ്കിലും സാധ്യതയെങ്കിലും കാണുന്നുണ്ടോ? നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നതിനോട് ഒപ്പം ഒരു പക്ഷേ രാജീവ് അല്ല എങ്കിൽ കൂടുതൽ സാധ്യത പിന്നെ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും എന്നുള്ളതും പറയുകയുണ്ടായി. ശോഭാ സുരേന്ദ്രന് ആകണം എന്നുള്ളത് പാർട്ടിയും ചിലരൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതേ കാരണം പാലക്കാടാണെങ്കിലും തൃശ്ശൂരും ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം വളരെ വലുതാണ്. ഈ പ്രത്യേകിച്ച് ആലപ്പുഴ പോയി മത്സരിച്ച്, ആലപ്പുഴയിലെ പിന്നെ A ക്ലാസ് മണ്ഡലം അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി കേരളത്തിലെ മറ്റ് ഒരു 6 A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒരെണ്ണം കൂടി കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അതിന് 19 ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും ഉണ്ടാക്കിയ ഒരു ചലനം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈഴവ വോട്ടുകൾ നന്നായിട്ട് സമാഹരിക്കാൻ സാധിച്ചു. അതുപോലെ സ്ത്രീകളുടെ വോട്ടും, അത് പാർട്ടിയുടെ ഒരു അടിത്തറ വളരെ ശക്തമാക്കുന്ന തരത്തിലായിരുന്നു ശോഭയുടെ പ്രവർത്തനങ്ങൾ. ഇവ ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ് ശോഭ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ശോഭ സുരേന്ദ്രനെ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോഴും ഈ പാർട്ടിയിലെ ഒരു വിഭാഗീയത ഒരുപക്ഷെ തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ സുസമ്മതനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കോർ കമ്മിറ്റി നിർദ്ദേശിച്ചതും. സർ, മാത്രമല്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രനല്ല, ഒരു ഇതര മതവിഭാഗങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് രാജീവിനുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും അറിയാം, ഒരു ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട് ശോഭ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഇതര മതവിഭാഗങ്ങളെ നമുക്ക് അറിയാം, ഏറ്റവും കൂടുതൽ അവരുടെ വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പം
അത്തരത്തിലുള്ള വോട്ട് ബാങ്ക് നേടിയെടുക്കാൻ രാജീവിന് സാധിക്കും, തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിൽ സാധിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലായതാണ്. കാരണം തീരദേശ നിവാസികളുടെയൊക്കെ ഒട്ടേറെ വോട്ട് BJP-യിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മേഖലയിലുള്ളവരുടെ വോട്ട് ബാങ്ക് രാജീവ് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരു BJP-യുടെ ഒരു വലിയൊരു അടുത്ത ഒരു എന്താ പറയുക, പല മണ്ഡലങ്ങളിലും കയറത്തക്ക രീതിയിൽ സാധ്യതയില്ലേ? ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വന്നപ്പോൾ ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് നടന്നു, എതിർപക്ഷവും ഒക്കെ. അതായത് ഇത്രയും നാള് ദന്തഗോപുരത്തിൽ എവിടെയോ ഇരുന്ന വലിയൊരു വ്യവസായ പ്രമുഖനായിട്ട് കഴിഞ്ഞിരുന്ന ആള് തിരുവനന്തപുരത്തെക്കുറിച്ച് എന്തറിയാം, രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം എന്ന് പറഞ്ഞ് പരമ പുച്ഛത്തോടുകൂടിയാണ് കണ്ടിരുന്നതും പറഞ്ഞിരുന്നതും. ഇത് തരൂരിനെ തന്നെയും 2009 ഇത്തരത്തിലാണ് പറഞ്ഞത്. ലോകത്ത് എവിടെയോ ഒക്കെ കഴിഞ്ഞു, എന്നിട്ട് വരികയാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എന്ന് പറഞ്ഞ് വേണ്ട തരത്തിൽ അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തി. പക്ഷേ തരൂര് ഓരോ തവണയും വിജയം കൊയ്തെടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ആ തരൂരിനെ അല്പമെങ്കിലും തളയ്ക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. ഇനിയും 3ാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന് പാർട്ടി, അതായത് CPM നയിക്കുന്ന LDF കണക്ക് കൂട്ടുമ്പോൾ അത് സമ്മേളനത്തിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുകയും കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ BJP-ക്ക് കേരളത്തിൽ അതിശക്തമായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമുക്ക് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ കേരളത്തിലെ BJP ഘടകം പുതിയൊരു ദിശാബോധം സൃഷ്ടിക്കാൻ പോകുകയാണ്.